ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ഞാൻ ഇന്നിവിടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നവടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നതുകൊണ്ട് തന്നെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ് ഈ ഒരു ഉഴുന്നവടയ്ക്ക്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഉഴുന്നവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് ഉഴുന്ന് ഒരു 5 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിലാണ് 2 ഗ്ലാസ് ഉഴുന്ന് എടുത്തിട്ടുള്ളത്. ഇനി ഉഴുന്ന് മുഴുവനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുത്ത് വരാം. ഇപ്പോഴത്തെ ഉഴുന്ന് ഞാൻ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ഉഴുന്നുമാവ് ഒരുപാട് ലൂസായി പോകരുത്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവടയുടെ ഒരു സിമ്പിൾ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി ഇതിലോട്ട് 4 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഒരു 5 മിനിറ്റോളം ഇതുപോലെ കുഴച്ചെടുക്കണം. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. ഇനി ഇതൊരു 2 ഹവേഴ്സ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഇത് 2 ഹവേഴ്സിന് ശേഷം മാവ് ഇതാ ഫെർമെൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഒരു കഷ്ണം ഇഞ്ചിയും 4 പച്ചമുളകും അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞതും കറിവേപ്പില അരിഞ്ഞ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1 ടേബിൾ സ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള 1/2 ടീസ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോഴത്തെ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു കൺസിസ്റ്റൻസി കണ്ടോ, നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു പരുവത്തിലാണ് മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാം. ഇനി കൈ ഒന്ന് നനച്ചിട്ട് കുറേശ്ശെ മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ടതിന് ശേഷം നല്ല തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോഴത്തെ 2 ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമ്മുടെ സ്പെഷ്യൽ ഉഴുന്നുവട കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ. കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ, കഴിക്കാനും അടിപൊളി ടേസ്റ്റിയാണ്. ഇതുപോലെ നമുക്ക് മറ്റുള്ള എല്ലാ ഉഴുന്നുവടയും റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ രണ്ടാമത്തെ ഉഴുന്നുവടയും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഉഴുന്നുവട കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവർ കുറവായിരിക്കും അല്ലേ. നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് എത്ര സിമ്പിളായിട്ടാണ് ഈ ഒരു സ്പെഷ്യൽ ഉഴുന്നുവട റെഡിയാക്കിയിട്ടുള്ളതല്ലേ. നിങ്ങൾക്ക് ഈ ഉഴുന്നുവട കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, ഒട്ടും എണ്ണമയമേ ഇല്ല. ഇതിൻ്റെ പുറമേയൊക്കെ എന്തോരം ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നത് കണ്ടോ. ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ നല്ല കോക്കനട്ട് ചട്നിക്കൊപ്പം ഈ ഒരു ഉഴുന്നുവട കഴിക്കണം കേട്ടോ. അപ്പോഴാണ് ഉഴുന്നുവടയുടെ റിയൽ ടേസ്റ്റ് അറിയുന്നത്. പിന്നെ നല്ല ചൂടുള്ള ചായക്കൊപ്പം കഴിക്കാനും പൊള്ളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള സ്പെഷ്യൽ ഉഴുന്നുവട ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.